ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്, വേറൊന്നല്ല നമ്മുടെ തേൻ നിലാവിൻ്റെ റെസിപ്പി ആയിട്ട് തേൻ മിഠായിയുടെ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്താ, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ദോശയിട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒന്ന് മൂടി വെച്ച് നമുക്കിത് കുതിരാനായിട്ട് വെക്കാം. 6 മണിക്കൂറോളം ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇത് നന്നായിട്ട് കട്ടി കൂടാനും അതുപോലെ തന്നെ നന്നായിട്ട് ലൂസ് ആവാനായിട്ടും പാടില്ല കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഫുഡ് കളർ ചേർക്കാം. റെഡ് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഞാനിതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പൂണിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ സ്പൂണിൽ ഞാനിതിങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് റെഡി ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് പ്രസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാതും വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നന്നായി മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഹാർഡാവും. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഹാർഡായിട്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹാർഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിളച്ച് വന്നല്ലോ, ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മൂടി വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ ബൗൾസൊക്കെ നമുക്ക് ഈ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതവിടെ നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഇത് നമ്മളുടെ തേൻ നിലാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുവാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.